സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദി ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷൻ വ്യാജം എന്നുള്ള മോഹൻലാൽ ആരാധകരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവിൽ ഒരാളായ ഷാജി നടേശൻ. ഒരു ഓൺലൈൻ പോർട്ടലിനോടാണ് ഷാജി നടേശൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഷാജി നടേശന്റെ പ്രതികരണത്തിലേക്ക്: ഇതേക്കുറിച്ച് എല്ലാവരുടെയും ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഞങ്ങൾക്കാവില്ല. മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ എനിക്കും സുഹൃത്തുക്കളും വെൽവിഷേഴ്സും ഉണ്ട്. ഞാൻ ഇതുവരെ ഒരു ആരാധക സംഘടനയുടെയും ഭാഗമായിട്ടില്ല. പൃഥ്വിരാജിനൊപ്പം പ്രൊഡക്ഷനിൽ പങ്കാളിയാണെന്ന് മാത്രം. പുലിമുരുകനെ പിന്നിലാക്കാനോ പുലിമുരുകന്റെ റെക്കോർഡുകൾ തകർക്കാനോ എടുത്ത ഒരു ചിത്രമല്ല ദി ഗ്രേറ്റ് ഫാദർ. 7 കോടി ബഡ്ജറ്റിൽ തീർത്ത ഒരു ചെറിയ ചിത്രം മാത്രമാണിത്. 6 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമെത്തിയ ഒരു മമ്മൂട്ടി ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. ചിത്രത്തിന് ഇത്രത്തോളം ഹൈപ്പ് ലഭിക്കാനും കളക്ഷൻ നേടാനുമുള്ള പ്രധാന കാരണവും അതുതന്നെ. ഒപ്പം ഏറെ നാളുകൾക്ക് ശേഷം ഒരു മികച്ച മമ്മൂട്ടി ചിത്രം എത്തിയപ്പോൾ പ്രേക്ഷകരും ആരാധകരും ഒരുപോലെ അത് ഏറ്റെടുത്തു. 202 തിയേറ്ററുകളിലായി 104 ഫാൻ ഷോകളും റെഗുലർ ഷോകളുമായാണ് ദി ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത്. മാറ്റിനി ന്യൂൺ ഷോകൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തു നിന്ന് പ്രതികരണമാണ് ലഭിച്ചത്. തുടർന്ന് സെക്കൻഡ് ഷോയ്ക്കും നല്ല തിരക്കായിരുന്നു. തുടർന്ന് 51ഓളം തിയേറ്ററുകളിലും തേർഡ് ഷോ സംഘടിപ്പിച്ചു. ആദ്യ 2 ദിനങ്ങളിലും ചിത്രം 202ഓളം തിയേറ്ററുകളിൽ കേരളത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. തിയേറ്ററിലെ തിരക്കുകൾ തന്നെയാണ് ഇത്രത്തോളം ഉയർന്ന കളക്ഷൻ ചിത്രത്തിന് നേടിത്തന്നത്. ഒന്നോർക്കണം, ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണ്. ഒരു ചിത്രത്തോടെ അവസാനിക്കുന്നതല്ല ഇതൊന്നും. മറ്റൊരു ചിത്രം ഗ്രേറ്റ് ഫാദറിൻ്റെയും റെക്കോർഡ് തകർക്കും, ഷാജി നടേശൻ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.